ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. പീതാംബരം കരവിരാജിതശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. 64 ദിവസങ്ങൾ 64 കളകൾ പഠിച്ച് 65-ാം ദിവസം ഗുരുദക്ഷിണയും നൽകി തിരിച്ച് വന്നു ഭഗവാൻ. അതിനുശേഷം ഭഗവാന് രാജ്യം ഭരിക്കാൻ താല്പര്യമില്ല എന്ന് ഉഗ്രസേന മഹാരാജാവിനെ അദ്ദേഹത്തിനെ അറിയിച്ച്, കംസൻ്റെ അച്ഛനെ അറിയിച്ച് രാജ്യം ഉഗ്രസേന മഹാരാജാവിനെ ഏൽപ്പിച്ചു. രാജ്യഭാരം അദ്ദേഹത്തിനെ ഏൽപ്പിച്ചു എന്ന് പറയണം. ഇതിനിടയിൽ ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായി. ഭഗവാൻ വ്യാസൻ്റെ ശിഷ്യനായിട്ടുള്ള ഉദ്ധവരുമായിട്ട് ഭഗവാന് സൗഹൃദം വന്നു. അവരുടെ സൗഹൃദം ഒരു പ്രധാന കാര്യസ്ഥനെ പോലെയും മന്ത്രിയെപ്പോലെയും ഒക്കെ ഉദ്ധവനെ ഭഗവാൻ സ്വീകരിച്ചു. അനന്തരം ഉദ്ധവരെ നന്ദനെ കണ്ടിട്ട് ഉദ്ധവരെ ദൂതിനായിക്കൊണ്ട് ചെറിയതായിട്ട് മതി അയച്ചു എന്ന് പറയുകയാണ് ഗോകുലത്തിലേക്ക്. അപ്പോൾ ഭഗവാനെ കാണാതെ അവിടുത്തെ കഥ വലിയ കഷ്ടമാണ് കേട്ടോ. കാരണം ഉണ്ണികൾ ഒപ്പം ഇരുന്നിട്ട് ആ രാമകുട്ടിയും കൃഷ്ണൻകുട്ടിയും അപ്പുറവും ഇപ്പുറവും ഇരുന്നിട്ട് ഇങ്ങനെ നന്ദർ ഊണ് തയ്യാറാക്കിയിരുന്നു കഴിഞ്ഞാൽ ഉരുട്ടി ഇങ്ങനെ കൊടുക്കണതായിട്ട് ഭാവിക്കും. കൃഷ്ണൻകുട്ടി ഇല്ല, രാമനും ഇല്ല. കുറച്ചു നേരം ആലോചിച്ച് കണ്ണീരൊഴുക്കും, കൈ കഴുകി എണീക്കും. ഇതാ കഥ. കഴിക്കലില്ല പറയുക. ആ മക്കളങ്ങോട്ട് പോയതിന് ശേഷം നന്ദൻ്റെ ഒരു അവസ്ഥ അങ്ങനെയായി. ഭഗവാനോടുള്ള അഗാധമായിട്ടുള്ള ആ പ്രേമവൈവേശ്യം കൊണ്ട് ഗോപികമാരുടെ കഥയാണെങ്കിലും അതിലേറെ അപകടമാണ്. കാരണം അവർക്ക് ഈ ഭക്തിയും ആരാധനയും മൂത്ത് വട്ടായതുപോലെയായി എന്നാണ് പറയുക. മനസ്സിലായില്ലേ? ഭഗവാന്റെ ഓരോ ചേഷ്ടകൾ അഭിനയിക്കാൻ തുടങ്ങി ഓരോരുത്തർ. ഗോവർദ്ധനം പൊങ്ങിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് വസ്ത്രം എടുത്തിട്ട് ഒരു തല പൊക്കുക, ഇങ്ങനെയൊക്കെ പക്ഷികളോട് വർത്താനം പറയുക. അങ്ങനെയൊക്കെ ഒരു ഭക്തി ഭ്രാന്ത് കൊണ്ട് പരസ്പരം അഭിനയിച്ചും മറ്റുമൊക്കെ അവർ ഭഗവാന്റെ ലീലകൾ അഭിനയിച്ചു കൊണ്ടൊക്കെ അങ്ങനെ കഴിഞ്ഞുകൂടുന്നു. ഇതിൻ്റെ ഇടയിലാണ് കറുത്ത വർണ്ണം കണ്ടു കഴിഞ്ഞാൽ കണ്ണനാണെന്ന് തോന്നുന്നു പറയുകയാണ്. അങ്ങനെ കാക്കേനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അല്ലേ, ഭാരതീയരൊക്കെ അങ്ങനെ കവിത തന്നെ പറഞ്ഞില്ലേ, കാക്കൈ ചിറകിനിലേ നന്ദനാലാകുന്തൻ കരിയമുഖം തോன்றுതയ്യ നന്ദലാല. കാക്കയുടെ കറുത്ത ചിറക് കണ്ടാൽ പോലും ആരായിട്ടാണ് തോന്നുന്നത്? ഭഗവാനെ എന്ന് പറയാണ്. ഈ ഒരു ഭാവം ഗോപികൾക്കും ഉണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭഗവാൻ ഉദ്ധവരെ അങ്ങോട്ട് ദൂതിന് അയച്ചത്. സമാധാനിപ്പിക്കാനായിട്ട് ആ സുഖവിവരങ്ങളൊന്ന് അന്വേഷിച്ച് വരൂ എന്ന നിലയിൽ പറഞ്ഞയച്ചു. ഉദ്ധവർക്കൊരു സ്വഭാവമുള്ളത് എന്താ വെച്ചാൽ ഭഗവാന്റെ നിർമാല്യധാരീന അദ്ദേഹത്തിനെ ചിലരൊക്കെ വിശേഷിപ്പിക്കുക. ഇപ്പോൾ ക്ഷേത്രത്തിൽ ഒരു ഈശാന കോണിലായിട്ട് വടക്ക് കിഴക്ക് ആ കോണിൻ്റെ അടുത്തായിട്ട് സോമപദം കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് പോയിട്ട് അവിടെ ഒരു ലിംഗം ഉണ്ടാവും. കണ്ടിട്ടില്ലേ? അത് നിർമാല്യധാരിയാണ്. ഇവിടെയൊക്കെ ഉണ്ടത്. അതെന്താ സംഭവം എന്ന് മനസ്സിലായില്ല ആളുകൾക്ക്. ചിലർ അതിൻ്റെ ചുവട്ടിൽ നാണയിടും. നാണയിടാനുള്ളതല്ല അത്. ഭഗവാന്റെ ആ വസ്ത്രങ്ങളും നിർമാല്യങ്ങളൊക്കെ വാരി കഴിഞ്ഞാൽ അദ്ദേഹത്തിനാണ് കൊണ്ടുപോയി ചാർത്തി കൊടുക്കുക. നിർമാല്യധാരി എന്നാണ് പറയുക. അപ്പോൾ ഉദ്ധവരെ അങ്ങനെ വിശേഷിപ്പിക്കാൻ കാര്യം എന്താ വെച്ചാൽ ഭഗവാൻ വസ്ത്രം കുളി കഴിഞ്ഞ് വസ്ത്രം മാറി ഊരിയിട്ടാൽ പുള്ളിക്കാരനത് എടുത്തിടും. അങ്ങനെയാണ്. കുഴൽ 3-4 കുഴലുണ്ട്. ഓരോരുത്തർ ഓരോ കുഴൽ കൊടുക്കും. ഇദ്ദേഹം എന്ത് ചെയ്യോ, കുഴൽ പിടിച്ച് നടക്കും ഉദ്ധവർ. അതെ, ഊതാനൊന്നും അറിയില്ല, പക്ഷേ കുഴൽ എടുക്കും. ഭഗവാനോടുള്ള ആരാധന കൊണ്ട്. അങ്ങനെ ഭഗവാനെ പോലെ തന്നെ വേഷവിധാനങ്ങളൊക്കെ ആയിട്ട് ഇദ്ദേഹം നേരെ ഗോകുലത്ത് ചെന്നപ്പോൾ ഗോപികമാരും ഗോപന്മാരും ഓടിയങ്ങോട്ട് കൂടി ഭഗവാൻ എന്നുള്ള ഒരു ധാരണയിൽ ഓടി വന്നു. നോക്കിയപ്പോൾ ഭഗവാനെ പോലെ എന്നേ പറയാൻ വയ്ക്കും. ഏതാണ്ട് ഭഗവാനല്ല എന്ന് മനസ്സിലായി.
ഇത് ഞങ്ങളുടെ കണ്ണൻകുട്ടരുടെ ഡ്രസ്സാണല്ലോ. അല്ലാന്ന് പറഞ്ഞോ? ഈ കുഴലിൽ ചിഹ്നമുണ്ടല്ലോ, ഇത് ഞങ്ങളുടെ ഉണ്ണിയുടെ ഗോപാലകൃഷ്ണൻ്റെ കുഴലാണല്ലോ. ഉവ്വ്. നിങ്ങളാരാ? ഞാൻ ഉദ്ധവർ. ഉദ്ധവർ എന്ന് പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിൻ്റെ മഹാമന്ത്രി. അങ്ങനെ ഒരാളൊന്നും ഉള്ളതായിട്ട് കേട്ടില്ലല്ലോ. എന്നാൽ ഇപ്പം കേട്ടോളൂ. അങ്ങനെ ഉണ്ടായി. എപ്പോഴേ ഉണ്ടായി? ഉണ്ടായപ്പോൾ ഉണ്ടായി. എന്താ അങ്ങനെ തർക്കുത്തരം പറഞ്ഞാൽ നിങ്ങൾ ശരിക്കും അദ്ദേഹത്തിന് അറിയാണ്ട് അദ്ദേഹത്തിൻ്റെ ഡ്രസ്സും കുഴലൊക്കെ കിട്ടുമോ? ക്ഷമിക്കണം കേട്ടോ, ഞങ്ങൾക്ക് അദ്ദേഹത്തിനെ അറിയാൻ വേണ്ടിയിട്ട് അല്ല. അപ്പോൾ കണ്ടിട്ടുണ്ട്, അദ്ദേഹം ഞങ്ങളെ പറഞ്ഞയച്ചത്. ഇതങ്ങോട്ട് കേട്ടപ്പോൾ വരൂ എന്നും പറഞ്ഞിട്ട് ഭഗവാൻ ആ മരത്തിൽ കയറിയിട്ട് ഓരോരുത്തർക്ക് പുട്ടപുറത്തിൽ പോയി കഴിഞ്ഞാൽ സത്യസായി ബാബ ചെറുപ്പത്തിൽ കളിയാടിയിട്ടുള്ളൊരു പുളിമരം എന്നൊക്കെ ഉണ്ട് അവിടെ. കൽപ്പവൃക്ഷം എന്നാണ് അതിന് പറയുക. എന്താ കാര്യം അറിയോ? ആ പുളിമരത്തിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഓരോ തരം പഴങ്ങൾ, പാളയംകോടൻ വേണ്ടവർക്ക് പാളയംകോടൻ, മുന്തിരി വേണ്ടവർക്ക് മുന്തിരി, ആപ്പിൾ വേണ്ടവർക്ക് ആപ്പിൾ, ഇങ്ങനെ ഉള്ള ലീലകളൊക്കെ അദ്ദേഹം ചെറുപ്പത്തിൽ കളിച്ചിട്ടുണ്ട്. അതൊരു സിദ്ധിയുടെ ഭാഗമാണ്. കാരണം എല്ലാം ഒരുതരം എനർജിയാണെന്നാണല്ലോ നമ്മുടെ ശാസ്ത്രം പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അതെ, നമ്മളതിനെ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ശക്തമായ സങ്കല്പത്തിൽ എന്തിനെയാണോ ദൃഢമായിട്ട് മനസ്സ് കേന്ദ്രീകരിക്കുന്നത് അത് രൂപപ്പെടുത്താൻ സാധിക്കും. ഇപ്പോൾ ഡിണ്ടിക്കലിൽ നമ്മൾ അറിയുന്ന ഒരു ഗുരുസ്ഥാൻ, നമുക്ക് അനേകം ഗുരുക്കന്മാരുണ്ട് കേട്ടോ. സ്ഥാനികനായിട്ടുള്ളൊരു ആൾ, നമ്മൾ അദ്ദേഹത്തെ പറ്റി പരാമർശിച്ചു. കൈലാസ്നാഥ് ബാബ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഹിമാലയത്തിലൊക്കെ ഇറങ്ങിയിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം നാട്ടിലുണ്ട്. നമ്മൾ ഇടയ്ക്ക് പോയി സമ്പർക്കം ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ സുഹൃത്തും കൂടിയിട്ട് അദ്ദേഹത്തിനെ കാണാനായിട്ട് പോയി. അപ്പോൾ വിശേഷമായിട്ട് എന്തെങ്കിലും ചില സൃഷ്ടികളും ചില ലീലകൾ അദ്ദേഹം കളിക്കാറുണ്ട് കേട്ടറിഞ്ഞിട്ടുണ്ട്. പോയി നമ്മുടെ ഉള്ളിലൊരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു സംഗതി തന്നു കഴിഞ്ഞാൽ ഒരു സന്തോഷം, വെറുതെ ഒരാഗ്രഹം. പറഞ്ഞില്ല, എന്തെങ്കിലുമൊക്കെ പ്രസാദം കിട്ടിയാൽ സന്തോഷമാണ് ബാബാജി എന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ തലയിലിങ്ങനെ പിടിച്ച് ഭസ്മട്ട് തന്നു. കുറച്ച് നേരം ഈ തള്ളവരിൽ ഭ്രൂമധ്യത്തിൽ പിടിക്കുമ്പോൾ തലയ്ക്കൊരു പെരുപ്പാണ്. വലിയൊരു അനുഭൂതിയാണ്. അടുത്ത തടവ് വരുമ്പോൾ അത് പാക്കലാന്ന് പറഞ്ഞു. പറഞ്ഞില്ല, പറയാതെ അദ്ദേഹം ഇങ്ങോട്ട് മറുപടി പറഞ്ഞു. അടുത്ത തവണ പോയി ഞാൻ നമ്മുടെ സുഹൃത്ത് ഭാസി എന്ന് പറയും പാലക്കാടിൽ. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി. ഞാൻ അപ്പോൾ റെസ്റ്റ് റൂം പോയിട്ട് വാങ്ങാം എന്ന് പറഞ്ഞപ്പോൾ കൈയും കാലം കഴുകി ബാത്റൂമിലൊക്കെ പോയിട്ട് അങ്ങനെ വന്നു. അപ്പോൾ ഞാൻ നേരത്തെ പോയി. ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് കുറച്ച് പൊതി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. കുറച്ച് ബദാമും കൽക്കണ്ടും ഒക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ നോക്കി അദ്ദേഹത്തിനെ നോക്കിയിരിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പ്രാണായാമം ചെയ്ത് ഇങ്ങനെ മൂക്ക് പിടിച്ചിട്ട് എന്നമോ കൊടുത്തിരിക്കപ്പാ ഉണക്ക് സിദ്ധറുകൾ എന്ന് പറഞ്ഞിട്ട് മൂക്കുന്ന് പിടിച്ചിങ്ങനെ വെച്ചപ്പോൾ ചെറിയൊരു ഇങ്ങനെ തലവെച്ച് കിടക്കുന്ന ഒരു ഗണേശൻ്റെ വിഗ്രഹം. ചൂടുണ്ട്, ചെറിയ ചൂടുണ്ട്, നല്ല കനം. കിട്ടിയപ്പോൾ വലിയ സന്തോഷമായി കേട്ടോ. സന്തോഷമായത് മാത്രമല്ല, സങ്കടവും വന്നു. എന്താ കാര്യം അറിയോ? ഈ സന്തോഷം കൂട്ടുകാരനെ എങ്ങനെ അറിയിക്കും? അറിയിച്ചാൽ അദ്ദേഹത്തിന് ഇതിപ്പോൾ എല്ലാവർക്കും കൊടുക്കുമെന്ന് നിശ്ചയമില്ലല്ലോ. അപ്പോൾ ഇവരുടെ പ്രഭാവം സ്വഭാവം നമുക്ക് പറയാൻ പറ്റില്ല, നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. അപ്പോൾ കിട്ടി എന്നുള്ളത് അറിയിക്കണം എന്ന് മനസ്സ് പറയുന്നുണ്ട്. അറിയിച്ചാൽ അങ്ങേർക്ക് വിഷമാവുമോ എന്ന് ആലോചിക്കുമ്പോൾ അപ്പോൾ അദ്ദേഹം എന്താ മറുപടി പറഞ്ഞത്? നൻപനുക്ക് കിടക്കലേങ്കർ ഒരു വരുത്തം ഉണക്ക് അപ്പടിയാ പഴപ്പോ. അപ്പോൾ അദ്ദേഹം ബാത്റൂമിൽ പോയി കൈകാലം കഴുകി വന്നു. എന്നാ ബാസേ சௌக்கியமா ஸ்ரீபாதம் சௌக்கியம். ஆமாம் கிருஷ்ணதாஸ், இந்த பொட்டணம் யார் വാങ്ങിനത്? இந்த പൊരുൾ யார் വാങ്ങിനത്? കൊണ്ടുപോയി വെച്ചേ ഞാനാട്ടോ, കാശ് കൊടുത്ത് മറ്റേ പുള്ളിയാ. யார் വാങ്ങിനത്? അദ്ദേഹം വാങ്ങിനത്. വാങ്ങി വെച്ചാൽ പറ്റാതെ അത് ഔത്ത് കൊടുപ്പാ. അപ്പോൾ കിറ്റിങ്ങനെ ഓപ്പൺ ചെയ്തു. അതിൻ്റെ മേലെ ഇരിക്കുന്ന കൽക്കണ്ടാണ്, അതിനെടുത്ത് ചോട്ടിലേക്ക് വെച്ചു. രണ്ടാമത്തെ പൊതി കുറച്ച് ഡേറ്റ്സാണ്, അതും എടുത്ത് വെച്ചു. മൂന്നാമത്തെ പൊതി ബദാമാണ്. ആ ബദാം എടുത്തപ്പോൾ അതിൻ്റെ അടിയിൽ 4 കൈയുള്ളൊരു ചെറിയ ഗണേശ വിഗ്രഹം. ദൃഷ്ടി കൊണ്ടും സങ്കല്പം കൊണ്ടും അവിടെ സൃഷ്ടിച്ചു പോകുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് നമുക്ക് സയൻസ് കൊണ്ട് വർണ്ണിക്കാൻ പറ്റില്ല. അങ്ങനെ കുറേ ഇത് നമ്മൾ സാക്ഷിയാണ്. നമ്മൾ തമാശയായിട്ട് ചില കാര്യങ്ങൾ പറയുന്നല്ലാതെ ഇല്ലാത്തത് പറയാറില്ല. കാരണം അങ്ങനെ ഒരു വ്രതം ഉണ്ട് നമുക്ക്, കളവ് പറയില്ല. അതെ, അത് നേരിട്ട് സാക്ഷ്യം. അങ്ങനെ അനവധി അനുഭവങ്ങളെല്ലാം വെളിപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ യുക്തി കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ബാബാജി സത്യസായി ബാബ ചെയ്തതുപോലെ ഭഗവാൻ കണ്ണൻ പലർക്കും പലതും
പറിച്ചു കൊടുത്തിട്ടുള്ള വൃക്ഷങ്ങൾ കാണിച്ചു കൊടുത്തു. അങ്ങനെ ഈ കല്ലിൽ ഇരുന്നിട്ടാണ് ഭഗവാൻ ഞങ്ങളോട് വർത്തമാനം പറയുക. അപ്പോഴേക്കും പോയി അവിടെ ഒരു അലറി മരം നിൽക്കുന്നുണ്ട്. അതിൽ ഇങ്ങനെ കിടക്കണമാരിയുള്ള കൊമ്പ് കണ്ടോ, അതിലിങ്ങനെ ചാരി കിടക്കും കണ്ണൻ. എന്നിട്ട് പുല്ലാങ്കുഴൽ ഊതും. ഇങ്ങനെ കണ്ണനെ പറ്റി ഇങ്ങനെ വിസ്തരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ വേറെ സ്ത്രീ കണ്ണുനീര് വരുന്നുണ്ട്. മനസ്സിന് വല്ലാത്തൊരു വിഷമം അല്ലേ? അതെ, ഇല്ലെങ്കിലും ഈ കർത്തവന്മാരെ വിശ്വസിക്കാനാകാമെന്നോ? കർത്തവന്മാരെ വിശ്വസിക്കാൻ, എന്നാലും അദ്ദേഹത്തിനെ പറ്റി ഓർക്കാതിരിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഇതാണ് ഈ ഒരു ഭക്തി ഭ്രാന്ത് കണ്ടിട്ടാണ് അദ്ദേഹം ഒന്ന് ഇളക്കി നോക്കി. നിങ്ങൾക്ക് അദ്ദേഹത്തിനോടുള്ള ഒരു ഭ്രമവും ഒരു ആരാധനയും ഭക്തിയും കാണുമ്പോൾ അത്ഭുതം തോന്നണം കേട്ടോ. അദ്ദേഹം നിങ്ങളെ ഇങ്ങോട്ട് ആലോചിക്കാറുണ്ടോ, അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത്, അതൊന്നും ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾക്ക് അറിയുകയും വേണ്ട, ഞങ്ങൾക്ക് അദ്ദേഹത്തിന് ഇഷ്ടമാണ് എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തെ ഓർക്കാതിരിക്കാനോ ഇഷ്ടപ്പെടാതിരിക്കാനോ സാധിക്കില്ല എന്ന വാക്ക് പറഞ്ഞപ്പോഴാണ് ഉദ്ധവർ പറഞ്ഞത്, വന്ദേ നന്ദവ്രജശ്രീണാം പാദരേണുമവിഷ്ണശ യാസാം ഹരികതോൽഗീതം പുനാദി ഭുവനത്രയം. ഈ ഗോപികമാരുടെ കഥകൾ കേട്ട് കഴിഞ്ഞാൽ അവർ കളിയാടിയിട്ടുള്ള നടമാടിയിട്ടുള്ള ആ മണ്ണിലെ, ആ കാൽപാദം പതിഞ്ഞിട്ടുള്ള മണ്ണിലെ പൊടിമണ്ണ് ശിരസിൽ ധരിച്ചാൽ തന്നെ ശുദ്ധിയാവും, ജന്മഭാഗങ്ങൾ ഇല്ലാതാവും എന്ന് അദ്ദേഹം പ്രതിവചിച്ചു എന്ന് പറയാണ്. അങ്ങനെ ആതിഥ്യം അനുഭവിച്ചൊക്കെ കുറച്ചു കാലം ഇരുന്നു. ഏതായാലും ഇതിൻ്റെ ഇടയിൽ അസ്ഥി പ്രാപ്തി എന്ന തൻ്റെ മക്കൾ വിധവയായതിൻ്റേതായിട്ടുള്ള വൈരാഗ്യം ജരാസന്ധനിൽ വളരെയധികം ഉണ്ടായി. ജരാസന്ധൻ ഭഗവാനുമായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചു. ഇതിൻ്റെ ഇടയിൽ കാലയവനൻ എന്നൊരു വിദ്വാനും കൂടിയിട്ട്, ശക്തനാണ്, വലിയ കരുത്തനാണ് അദ്ദേഹം. ഒരു ദിവസം വരബലമൊക്കെ ഉണ്ട്. അങ്ങനെ നേരെ ചെന്ന് വരുണൻ്റെ സന്നിധി പോയി. ഡോ വരുണൻ. വരുണൻ അന്തം വിട്ടു. അദ്ദേഹത്തിൻ്റെ സന്നിധി പോയിട്ട് വിളിക്കുകയാണ്, ഡോ വരുണൻ, എന്താ അത്ര വലിയൊരു കസേരയെ കയറിയിരിക്കണം, തൻ്റെ കരുത്തത്രയുണ്ട്, എനിക്കതൊന്നും അറിയാം, ഇങ്ങോട്ട് വരും, യുദ്ധം ചെയ്യുക. എന്താ നോക്കൂ, ഒരു ഗ്ലാസ് ചായ കുടിക്കുക എന്ന് പറഞ്ഞിട്ട് നാരായണൻ വിളിക്കണ മാതിരിയാണ്, യുദ്ധം ചെയ്യാന്നാണ് പറയണത്. ആവും. അദ്ദേഹം അത്ഭുതപ്പെട്ടു. ഭഗവാനെ ഇങ്ങോട്ട് വന്ന് ഏതുണ്ടാക്കിയിട്ട് യുദ്ധത്തിന് വിളിക്കുക എന്ന് പറയുമ്പോൾ ഈ ചങ്ങാതിയുടെ പിന്നിൽ എന്താണ്, കഴിവെന്താണ്, കരുത്തെന്താണ് അറിയില്ലല്ലോ. അപ്പോൾ ബുദ്ധിമാന്മാരതൊന്ന് എസ്കേപ്പ് ആവുകയോ ചെയ്യുക. എനിക്ക് യുദ്ധത്തിൽ അങ്ങനെ കമ്പല്ല. പക്ഷേ എനിക്ക് അല്ല ആയിക്കോട്ടെ, പക്ഷേ എനിക്ക് അങ്ങയോട് എതിരിടാനുള്ള കരുത്തില്ല. സമാനന്മാരായിട്ടുള്ള ആളുകളോട് തർക്കം കൂടുന്നതും യുദ്ധം കൂടുന്നതാണല്ലോ അതിൻ്റെ യോഗ്യത. അങ്ങക്ക് വേണമെങ്കിൽ ഞാൻ ഒരാളുടെ അഡ്രസ്സ് തരാം, അദ്ദേഹത്തിന് ഒരുപാട് ആളായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നാരദരൻ്റെ അഡ്രസ്സ് കൊടുത്തു, നാരദര വിലാസം കൊടുത്തു. നാരദരെ കണ്ടുപിടിച്ചു, നാരദരോട് ചോദിച്ചു. നാരദർക്ക് മനസ്സിലായി വിഷയങ്ങളൊക്കെ. അദ്ദേഹം പറഞ്ഞു, അങ്ങക്ക് പറ്റിയൊരാൾ ഞാൻ പറയാം, ലേശം ഒരു നീല കലർന്ന കറുപ്പോട് കൂടിയിട്ട് ചുരുണ്ട മുടിയായിട്ട് മിക്കപ്പോഴും പുല്ലാങ്കുഴൽ ഇങ്ങനെ കയ്യിലെടുത്തും വാങ്ങിച്ചുകൊണ്ടും കാലുമണച്ചും ചാടിയിട്ടും ഒക്കെ തിമിർത്തും കുട്ടികളോടൊപ്പം കൂടിയിട്ടും കുരങ്ങൻ കുട്ടികൾക്ക് കമ്പനി കൊടുത്തും ഒക്കെ ഇങ്ങനെ കളിക്കുന്ന ഒരു വിദ്വാൻ. മഞ്ഞ ഡ്രസ്സാണ് അധികം എടുക്കുക, നീല ഷാൾ ഇങ്ങനെ കഴുത്തിലോ ഇടുപ്പിലായിട്ട് കെട്ടും, എപ്പോഴും ഒരു വനമാല കഴുത്തിലുണ്ടാവും എന്ന് ഭഗവാന്റെ അടയാളങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ പിന്നെന്തായി, കൈത്തരുപ്പ് തീർക്കാൻ ഭഗവാനെ തിരഞ്ഞു നടക്കലായി എന്നാണ്. അങ്ങനെ ഭഗവാനെ തിരഞ്ഞു നടന്നു. അതിൻ്റെ ഇടയിൽ ഭഗവാനോടും ഭഗവാൻ ഇരിക്കുന്ന പ്രദേശവും ആക്രമിക്കും ഇവൻ എന്നും കൂടി ഒരു ന്യൂസ് കേട്ടപ്പോൾ, അപ്പോൾ ഒരു ഭാഗത്തുനിന്ന് ജരാസന്ധൻ്റെ പടപ്പുറപ്പാട്, ഒരു ഭാഗത്തുനിന്ന് കാലയവനൻ്റെ പുറപ്പാട്. ഇത് രണ്ട് ദുഷ്ടന്മാരും കൂടി രണ്ട് ഭാഗത്തുനിന്ന് വളഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ അംഗങ്ങൾ കുറേ പേർക്ക് നഷ്ടം വരുമെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഭഗവാൻ വിശ്വകർമാവിനെ വിളിച്ച് യോഗശക്തി കൊണ്ട് ഒരു 10-17 തവണ ഇതിനകം യുദ്ധം ഉണ്ടായിട്ടുണ്ട് ജരാസന്ധനായിട്ട്. ഭഗവാൻ ആ തവണയൊക്കെ ജരാസന്ധനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ഒരു 17ാമത്തെ തവണ ആയപ്പോഴത്തേക്ക് അപ്പുറത്തും ഇപ്പുറത്തും വന്നപ്പോൾ സഹിക്കാതായി ഭഗവാൻ മെല്ലെ യോഗശക്തി കൊണ്ട് ഒരു മലയുടെ മുകളിൽ കയറിയിട്ട് അപ്രത്യക്ഷനായി. ഈ മലയിൽ ഇദ്ദേഹം കയറിയെന്ന് കണ്ടപ്പോൾ പുള്ളിക്കാരൻ വേഗം മലയ്ക്ക് കൊള്ളി കൊടുത്തു, തീ കൊടുത്തു. അങ്ങനെ മല തീ പിടിച്ചു. പക്ഷേ യോഗശക്തി കൊണ്ട് ഭഗവാൻ വീണ്ടും തൻ്റെ ഗൃഹത്തിലെത്തി. പിന്നെ വിശ്വകർമാവിനോട് ആവശ്യപ്പെട്ട അദ്ദേഹത്തിൻ്റെ കഴിവിനാൽ, അദ്ദേഹത്തിൻ്റെ പ്രഭാവത്താൽ സമുദ്രമധ്യത്തിൽ 104 കിലോമീറ്റർ ചതുരത്തിൽ 12 യോജന വിസ്തൃതിയിൽ ദ്വാരക എന്നൊരു പുരം നിർമ്മിച്ചു. രാത്രി കിടന്നുറങ്ങിയതൊക്കെ മധുരയിലാണെങ്കിലും ഉണർന്നത് ദ്വാരകയിലാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ
ഭീഷ്മകൻ എന്നൊരു മഹാരാജാവ് കുണ്ഠിനം എന്ന സ്ഥലത്ത്, വിദർഭ രാജ്യത്ത് പ്രഭാവശാലിയായിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് 5 പുത്രന്മാരും ഒരു പുത്രി, രുക്മിണി മുതലായിട്ട് 5 സഹോദരന്മാർ, രുക്മിണി എന്ന ഒരു പെങ്ങളൂട്ടിയും കൂടിയിട്ട്. ഭഗവാന്റെ ഗുണവിശേഷങ്ങളൊക്കെ കേട്ട നാൾ മുതൽ കൊണ്ട് ഇവൾക്ക് ഭഗവാനിൽ ഒരു അനുരാഗം ഉണ്ടായി. അനുരാഗമല്ല, അനുരാഗം ഉണ്ടായി. അപ്പോൾ ഇതിനകം ശിശുപാലൻ എന്നൊരു വിദ്വാനുമായിട്ട് സഹോദരനായിട്ട് രുക്മിക്ക് നല്ല ഒരു ബന്ധം വന്നു എന്ന് മാത്രമല്ല, പെങ്ങളെ അദ്ദേഹത്തിന് കൊടുക്കുക എന്ന് തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ശിശുപാലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു കഥ എങ്ങനെയാണ്, ആ ഭാഗം നാളെ പറയാം. പ്രസവിച്ച അമ്മ പോലും അദ്ദേഹത്തിനെ കണ്ടപ്പോൾ ഭയന്നു പറയാം. അങ്ങനെ ഒരു വികൃത രൂപിയായിരുന്നു. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഒരു അശരീര വചസ്സുണ്ടായി. ഇവൻ്റെ ഹന്താവ് ഇവനെ സ്പർശിച്ചാൽ അവന് സുന്ദര രൂപം കിട്ടുമെന്നാണ്. പിന്നെ അതിനുള്ള പുറപ്പാടായി. കുട്ടിയെ കാണാൻ അനേകം ആളുകളെ ക്ഷണിച്ചു. അങ്ങനെയൊക്കെ ഉണ്ടായി. അതവിടെ നിൽക്കട്ടെ. ഏതായാലും ശിശുപാലന് തൻ്റെ പെങ്ങളെ കൊടുക്കാമെന്ന് അദ്ദേഹം തീരുമാനിച്ചു എന്നറിഞ്ഞു. അത് മാത്രമല്ല, ദിവസമില്ല, പിറ്റേ ദിവസമാണ് അത് നിശ്ചയിച്ചിരിക്കുന്നത് എന്നറിയണത് തലേസ. തൻ്റെ കല്യാണമാണ് നിശ്ചയിച്ചിരിക്കുന്നത്, തൻ്റെ പോലും അനുമതിയില്ലാതെ. അത് വലിയൊരു പരിഭ്രമം ഉണ്ടാക്കി ഇവള്. രുക്മിണി അങ്ങനെ മഹാദുഃഖത്തോടു കൂടിയിട്ട് ഇനി എന്താ രക്ഷാമാർഗം, ആത്മഹത്യ ചെയ്യേണ്ട ഒരു ഭഗവാനെ എന്ന് ഭയന്നു എന്ന് പറയാണ്. കൃഷ്ണനല്ലാതെ ഒരാൾക്കാണ് തൻ്റെ സഹോദരൻ തന്നെ പിടിച്ചു കൊടുക്കുന്നതെങ്കിൽ താൻ ജീവനോടെ ഉണ്ടാവില്ല എന്ന് മാനസികമായിട്ട് തീരുമാനിച്ചു എന്നാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പുരോഹിതൻ, ഒരു ബ്രാഹ്മണൻ ഇവള് നിൽക്കുന്ന ആ വഴിക്ക് ഇങ്ങനെ നടന്നു പോണു കണ്ടപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അപ്പോൾ പുഞ്ചിരി ഒരു സ്വാഗതത്തിൻ്റെ ലക്ഷണമാണല്ലോ. നേരെ തിരുമനസേ നമസ്തേ. നമസ്തേ. എവിടേക്കാണ് പോണ? ഞാൻ ദ്വാരകയിലേക്കാണ്. പിന്നെ എനിക്കൊരു കാര്യം അറിയാനുണ്ട്. എന്താ? കൃഷ്ണനെ അറിയാമോ? ശരി. ആരറിയാത്ത? ഞാനൊരു കാര്യം തന്ന ഒന്ന് അദ്ദേഹത്തിനെ ഏൽപ്പിക്കുമോ? അതിനെന്താ കുട്ടി? തീർച്ചയായിട്ടും. അങ്ങനെ ആദ്യമായിട്ട് രുക്മിണി ആണ് ഒരു പ്രണയലേഖനം എഴുതണത്. എൻ്റെ എത്രയും പ്രിയപ്പെട്ട ഡാഷ് അറിയുന്നതിന് രുക്മിണി, ഡോട്ടർ ഓഫ് ഭീഷ്മക മഹാരാജ, അങ്ങയുടെ ഗുണവിശേഷങ്ങൾ കേട്ട നാൾ മുതൽ കൊണ്ട് അങ്ങയിൽ അനുരക്തയായി അങ്ങയെ പ്രാപിക്കണം എന്നൊരു മോഹത്തോടു കൂടിയിട്ട് തപസ്സോടുകൂടി കഴിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നിർഭാഗ്യവശാൽ എൻ്റെ പ്രഭാവശാലിയായിട്ടുള്ള മൂത്ത സഹോദരൻ രുക്മി എന്ന ആള്, എൻ്റെ വലിയേട്ടൻ, ബ്രാക്കറ്റിൽ മശകോടൻ എഴുതിയിട്ടുണ്ട്, എന്നെ ശ്വാവിന് ഹവിസ് കൊടുക്കാൻ എന്നതുപോലെ. കേൾക്കുമ്പോൾ ചന്താണ്. സംഗതി എന്തറിയോ? പട്ടിക്ക് ആരെങ്കിലും ഉരുളിയിൽ പായസം വെച്ച് കൊടുക്കുമോ? ഇല്ലല്ലോ. അതേമാതിരി അതാണ് ഹവിസ് ശ്വാവിന് കൊടുക്കാൻ എന്നതുപോലെ അദ്ദേഹത്തിന് നൽകാൻ തീരുമാനിച്ചതായിട്ട് അറിഞ്ഞു. നാളെയാണ് പ്രസ്തുത ദിനം. അങ്ങയെപ്പറ്റി ഞാൻ കേട്ടറിഞ്ഞത്, നേരിട്ട് അനുഭവമില്ലല്ലോ. ബ്രാക്കറ്റിൽ പ്രേമത്തോടൊന്നു വിളിച്ചെന്നാകിൽ ആമയം തീർക്കുവാൻ കൃഷ്ണനെത്തും, പാദം പിടിച്ച് കരയുന്നോരേ പാണി പിടിച്ചവൻ പാവിച്ചിടും. പ്രേമത്തോടുകൂടി കൃഷ്ണ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ കൈപിടിച്ച് കരയേറ്റും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആ പ്രതീക്ഷയോടെ, ആ വിശ്വാസത്തോടെ. പിന്നെ കുറച്ച് ഹൈഫൺ ആണ്. ഞങ്ങളുടെ ഭരദേവതാ സന്നിധിയിൽ ഞങ്ങൾ എന്ത് വിശേഷത്തിനും പോയി തൊഴുത് പ്രാർത്ഥിച്ച് വരാറുണ്ട്. ദുർഗാസന്നിധിയിൽ അമ്മയെ പിടിക്കണം എന്ത് കാര്യം നടക്കണമെങ്കിലും. ആ ക്ഷേത്രം ചെറുതായിട്ട് റൗണ്ടിട്ട് വരച്ചു. ആ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങുന്നൊരു നടവഴിയിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞിട്ടൊരു ഇടവഴി നേരെ പോണത് പെരുവഴി. ഈ റൂട്ട് മാപ്പൊക്കെ തയ്യാറാക്കി NB അണ്ടർലൈൻ ചെയ്തിട്ട് അങ്ങ് വരും എന്ന പ്രതീക്ഷയോടെ
മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു കയറിൻ്റെ കുടുക്കിൻ്റെ ഒരു ചിഹ്നം. ഏതായാലും തിരുമേനി ഇത് കൈപ്പറ്റി അദ്ദേഹം വായിച്ചില്ല. അദ്ദേഹം നേരെ അതുകൊണ്ട് പോയി ദ്വാരകാധീശനായിട്ടുള്ള ഭഗവാനെ ചെന്ന് കണ്ടു. ഈ ഓല കയ്യിൽ കൊടുത്തു. ആ ഓല വാങ്ങിയ അദ്ദേഹം ഉടനെ തന്നെ ആ ഓലയൊന്ന് നോക്കി, തിരുമേനിയുടെ മുഖത്തും നോക്കി, ഒന്ന് ചിരിച്ചു, കണ്ണടച്ചൊന്ന് മിഴിച്ചു. അതിൻ്റെ അർത്ഥം വേണ്ടത് ചെയ്തോളാം, എനിക്കറിയാം എപ്പോൾ എന്ത് വേണം എന്ന്. എന്താണെങ്കിലും അങ്ങയുടെ സന്ദേശത്തിന് നന്ദി എന്നൊക്കെ ആ നോട്ടത്തിലും ചിരിയിലും അർത്ഥമുണ്ട്. അതുമാത്രമല്ല, ഒന്നിങ്ങനെ ഇടത്തോട്ട് നോക്കി കാര്യസ്ഥന്മാർ. എന്താ അറിയോ, എന്തെങ്കിലും കഴിപ്പിച്ച് അദ്ദേഹത്തിനെ തൃപ്തിപ്പെടുത്തിയിട്ടേ വിടാവൂ എന്നാണ്. ഭഗവാൻ അതിഥി സൽക്കാരത്തിൽ വലിയ, കാരണം വന്ന ആളെ വെറുതെ പറഞ്ഞേക്കില്ല, അങ്ങനെയാണ്. അതൊക്കെ അവർ നോക്കി. ഭഗവാൻ നേരെ രഥം ദാരിക എന്ന് വിളിച്ചു. ഡ്രൈവറാണ്. അദ്ദേഹത്തിനെ വിളിച്ച് രഥം തയ്യാറാക്കി നേരെ പോയി. ആ രഥം പുറത്തു പോകുന്ന ശബ്ദം കേട്ടപ്പോൾ രാമൻകുട്ടി മുറിയിൽ നിന്ന് പുറത്തു വന്നു. വണ്ടി പുറത്തു പോയോ രാമേട്ടാ? ആ, വണ്ടി പുറത്തു പോയി. ആരാ പോയി? കൃഷ്ണൻകുട്ടി. എവിടേക്കാ പോയി? നേരത്തേലത്തെ അനുഭവം എങ്ങനെ അറിയോ? നല്ലൊരു പുളിമാങ്ങ കണ്ടു കഴിഞ്ഞാൽ ഏട്ടോ നമുക്കത് എറിഞ്ഞാലോ, അങ്ങനെ മാങ്ങ എറിയാൻ വരെ അഭിപ്രായം ചോദിക്കുന്ന ആളാണ് കൃഷ്ണൻകുട്ടി. പക്ഷേ ഇക്കുറി ഈ ഓല കിട്ടിയപ്പോൾ ഒന്നും വണ്ടിയില്ല. എന്താണെന്ന് വെച്ചില്ല, ഒരു വയസ്സൻ തിരുമേനി ഒന്ന് എന്തോ ഒരു ഓല കൊടുക്കണ കണ്ടു. അദ്ദേഹം അത് നോക്കണ കണ്ടു, ഒന്ന് ചിരിക്കണ കണ്ടു, ദാരികാന്ന് വിളിക്കണ കണ്ടു, രഥം തയ്യാറാക്കി പോണം കണ്ടു എന്ന് പറഞ്ഞു. ഓ, ഏതായാലും അദ്ദേഹം ഒന്ന് ഊഹിച്ചു. അങ്ങനെയാണ്. ഉടനെ അദ്ദേഹവും വാഹനം തയ്യാറാക്കി വേറെ ഒരു കുറുക്കു വഴിയിലൂടെ, അങ്ങനെ ആദ്യമായിട്ട് ഈ കുറുക്കു വഴി സഞ്ചാരം നടപ്പിലാക്കിയത്, പ്രയോഗിച്ചത് ബലരാമനാണ്. അങ്ങനെ ഇദ്ദേഹം പോകുന്നതിൻ്റെ വേറൊരു വഴിയിലൂടെ ബലരാമൻ ചെന്ന് കൃഷ്ണൻകുട്ടി എത്തുന്നതിന് മുമ്പ് രാമൻകുട്ടി അവിടെ എത്തി. ശിശുപാലനെ സൽക്കരിച്ച് സ്വീകരിക്കാനായിട്ട് ഉദ്ദേശിച്ചിരുന്ന ഗൃഹത്തിൻ്റെ താക്കോല് കൃഷ്ണനെ കണ്ടപ്പോൾ ഭീഷ്മകൻ നേരെ കൈമാറി. അദ്ദേഹം ആ ഗൃഹത്തിൽ താമസിച്ചു. കൃഷ്ണൻ എത്തിയിട്ടുണ്ട് എന്ന വിഷയം അറിഞ്ഞപ്പോൾ എന്തെന്നില്ലാത്തതായിട്ടുള്ള ഒരു പകയും ക്രോധവും ശിശുപാലനിൽ ഉണ്ടായി. രുക്മിയും അറിഞ്ഞു. വേണ്ട സന്ദർഭത്തിൽ പ്രതിരോധിക്കാമെന്ന് അദ്ദേഹം മനസ്സിൽ വെച്ചു. അങ്ങനെ കിടന്നുറങ്ങുകയും ചെയ്തു. ഉറങ്ങിയില്ല, ഉറങ്ങിയതുമായിരിക്കേണ്ട കഴിച്ചുകൂട്ടി. പിറ്റേ ദിവസം പ്രഭാതത്തിൽ രുക്മിണി ഇതേപോലെ ഭഗവതിയെ പ്രാർത്ഥിച്ച് തൊഴാനായിക്കൊണ്ട് ഒറ്റ പ്രാർത്ഥനയുള്ളൂ. എന്താണത്? കാർത്യായനി മഹാമായേ മഹായോഗിന്യധീശ്വരീ നന്ദഗോപസുതം ദേവി പതിമേ ഗുരുതേ നമഃ. ആ നന്ദഗോപൻ്റെ അസുതനെ തനിക്ക് പതിയായിട്ട് ലഭിക്കണം, അതിന് അമ്മ അനുഗ്രഹിക്കണം എന്നാണ് പ്രാർത്ഥന. എപ്പോഴും പ്രാർത്ഥന ഇതാണ്. ആ പ്രാർത്ഥനയോട് കൂടിയിട്ട് ദുർഗാസന്നിധിയിലേക്ക് തൊഴാൻ പോകുന്നു. അതിനുശേഷമുള്ള രംഗങ്ങളാണ്